കാസർഗോഡ് കനത്ത മഴ തുടരുന്നതിനിടയിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. കനത്ത മഴ തുടരുന്നതിനിടയിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ രൂപപ്പെട്ട വലിയ ഗർത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത എടുത്തു കാണിച്ചുകൊണ്ടും ഒപ്പം നാട്ടുകാരുടെ ജീവിതം അപകടത്തിലാക്കുന്ന ഇതിന് ഒരു പരിഹാരം അടിയന്തരമായിട്ട് വേണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണോ ജോസഫ് അഗസ്റ്റിൻ? ബനേഷ്, കഴിഞ്ഞ കുറെ കാലങ്ങളായി ദേശീയപാതയുടെ പണി നടക്കുന്ന ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഉണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ജനപ്രതിനിധികളെയും സമരസമിതികളെയും എല്ലാം ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ ധരിപ്പിച്ചതാണ്. NHAI ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ച യോഗത്തിൽ ഈ ജനങ്ങൾ ഈ ആശങ്ക പങ്കുവച്ചതാണ്. ഇതിന് തൊട്ട് പിന്നാലെയാണ് വ്യാപകമായ രീതിയിൽ കുന്നിടിയുകയും അതുപോലെ തന്നെ ഗർത്തം രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് തൊട്ടു താഴെയായി കാനത്തും വളവിൽ വലിയ ഗർത്തം രൂപം കൊണ്ടത്. ഇതിന് തൊട്ടു സമീപത്തായി വലിയൊരു പാലം നിർമ്മിക്കുന്നുണ്ട്. ഈ പാലത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കുഴികൾ അത് മൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും പിന്നീട് ആ ഭാഗത്തെ മണ്ണ് അതേപോലെ ഒലിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് ഈ ഗർത്തം രൂപപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതിനെതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും ഉണ്ടായപ്പോൾ ഈ നാട്ടുകാർ അടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഇത് ഗൗനിക്കാതെ മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ്. പിന്നീടാണ് ഇവർ കളക്ടറുമായി ബന്ധപ്പെടുകയും ഈ വിഷയങ്ങളിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നു. പലയിടങ്ങളിലും ത്വരിതഗതിയിൽ കാലവർഷത്തിന് മുമ്പ് തന്നെ ഈ പണികൾ തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഈ പണികൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. എന്തായാലും ഇവിടെയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഗർത്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ജനങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഈ ഗർത്തം മൂടാനുള്ള അടിയന്തര നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ബനേഷ്, ശരി. കാസർഗോഡ് കനത്ത മഴ തുടരുന്നതിനിടയിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ വൻഗർത്തം രൂപപ്പെട്ടതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.